വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. ഈ മാസം തന്നെ പ്രഗ്നന്റ് ആകാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരുപാട് കമന്റ്സ് നമ്മുടെ ഒരുപാട് വീഡിയോസിന്റെ താഴെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകണമെങ്കിൽ അതിൽ നമ്മളൊരു കാര്യം ചിന്തിക്കണം. നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് എടുക്കുന്നത് എന്നതിനെ പറ്റിയിട്ട്. ഒരുപാട് ആളുകൾക്കും ഇപ്പോഴും അറിയില്ല എന്തൊക്കെ പ്രിപ്പറേഷനാണ് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്ത് കൊടുക്കേണ്ടതെന്ന്. അവർ ചെയ്യുന്ന സമയത്ത് അവർ എക്സസൈസ് ചെയ്യുന്നവരുണ്ട്, ഫുഡ് നല്ലതുപോലെ കഴിക്കുന്നവരുണ്ട്, പുറത്തുനിന്നുള്ള ഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നവരുണ്ട്. എന്നിട്ടും അവർക്ക് പ്രഗ്നൻസി ആകുന്നില്ല. ഡോക്ടർ തരുന്ന മെഡിക്കേഷൻസ് ഒക്കെ കഴിക്കുന്നുണ്ട്, ചെക്കപ്പിനൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ട്, ഫോളിക്കുലർ സ്റ്റഡി അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രഗ്നൻസി പോസിബിൾ ആവുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഒരു 8 ടോപ്പിക്സ് നമ്മൾ ഈ വീഡിയോസിൽ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങളത് കൃത്യമായിട്ട് കാണാനായിട്ടും നിങ്ങളത് ചെയ്യുന്നില്ല എങ്കിൽ, അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാൻ ഏറ്റവും എളുപ്പമുള്ള മാജിക്കലായിട്ടുള്ള ആ 8 ടിപ്സ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡും തമ്മിൽ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് പേര് ജോലിക്ക് പോകുന്നവരുണ്ട്. രാവിലെ ഒരു 8 മണി 9 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ 6 മണി 6:30 7 8 9 ഇങ്ങനെയൊക്കെ വീട്ടിലോട്ട് തിരിച്ചു കയറുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് പരസ്പരം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇപ്പൊ ഭാര്യ വീട്ടിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും ഹസ്ബൻഡ് ഇപ്പോൾ പുറത്ത് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ, തിരിച്ചു വന്നതിന് ശേഷം ചിലപ്പോൾ ഭാര്യയ്ക്ക് വീട്ടിൽ ഡിന്നറിന് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നതായിട്ടുണ്ടാകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകും, മൂത്ത കുഞ്ഞിന്റെ കാര്യം നോക്കാനുണ്ടാകും, അല്ലെങ്കിൽ ഹസ്ബൻഡ് വന്നിട്ട് ഹസ്ബൻഡ് ചിലപ്പോൾ ഓഫീസിൽ എന്തെങ്കിലും ജോലികൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഫോൺ. അതാണല്ലോ ഏറ്റവും വലിയൊരു വില്ലനായിട്ട് പലരുടെ ഇടയിൽ നിൽക്കുന്നത്. ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു ക്വാളിറ്റി ടൈമിനെ അത് അഫക്ട് ചെയ്യുന്നു. മെന്റലി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ബോണ്ട് അവിടെ നഷ്ടമായി പോയി കഴിഞ്ഞാൽ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു കാര്യം ഒരുപാട് നമുക്ക് ദൂരത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. കാരണം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ലൊരു ബോണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെന്റലി ഭയങ്കര പ്ലഷർ അനുഭവിക്കാനായിട്ട് തുടങ്ങും. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര പ്ലഷർ അനുഭവിക്കാനായിട്ട് തുടങ്ങും. നേരെ മറിച്ച് ഇപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് ഒരുപാട് പ്രഷർ പ്രഗ്നന്റ് ആകാത്തൊരു സ്ത്രീക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടാണ് പ്രഗ്നന്റ് ആകാത്തെ, നിനക്കാണോ അവനാണോ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ളൊരു ചോദ്യം എല്ലാവരുടെ മുമ്പിലും ഉണ്ടാകും. പക്ഷെ ഈ ഒരു ചോദ്യം ഒരാളും ഒരു സ്ത്രീയുടെ നേർക്ക് വിരൽ ചൂണ്ടുന്നതല്ലാതെ പുരുഷന്റെ നേർക്കോട്ട് ആരും ഇത് ചോദിച്ചുകൊണ്ട് ചെല്ലില്ല. ഇങ്ങനെ വരുമ്പോഴേക്കും ഒരുപാട് പ്രഷർ സ്ത്രീ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഈ സമയങ്ങളിൽ അത് ഓവർകം ചെയ്യണമെങ്കിൽ പുരുഷന്റെ ഒരു മെന്റൽ സപ്പോർട്ട് സ്ത്രീക്ക് കിട്ടണം. വിവാഹം കഴിഞ്ഞ സമയങ്ങളിലോ, അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ചിട്ടുള്ള സമയങ്ങളിലോ, അല്ലെങ്കിൽ പ്രേമിച്ച് നടക്കുന്ന സമയങ്ങളിലോ നിങ്ങൾ എങ്ങനെയാണോ ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ട് ശ്രമിച്ചത്, അത്തരത്തിൽ നിങ്ങൾ ഈ ഒരു സമയത്തും ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വെറും ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ മുൻപോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അത് ഒരുപാട് സ്ത്രീകളുടെ ആ ഒരു മൈൻഡിനെ ഫുള്ളായിട്ടൊന്ന് തകിടം മറിക്കാനായിട്ട് കാരണമാകുന്നു. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈവൻ നിങ്ങൾക്ക് ടൈം കിട്ടുന്നത് കിടക്കുന്ന നേരത്താണെങ്കിൽ തമ്മിൽ നല്ലതുപോലെ സംസാരിച്ച് അന്നത്തെ കാര്യമൊക്കെ ഷെയർ ചെയ്തിട്ട് പരസ്പരം രണ്ടുപേരും നല്ല സപ്പോർട്ട് കൊടുത്തിട്ട് നിങ്ങൾ കിടന്ന് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം, നിങ്ങൾ ഇത്ര നാൾ വരെ ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു മാസം നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. 100% നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് നിങ്ങളുടെ മൈൻഡിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുപോലെ ഇപ്പോൾ ഹസ്ബൻഡ് രാവിലെ ജോലിക്ക് പോയി കഴിയുമ്പോഴേക്കും ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചോ എന്നുള്ളൊരു ചോദ്യം, വൈകുന്നേരം ചായ കുടിച്ചോ എന്നുള്ളൊരു ചോദ്യം, ചിലപ്പോൾ ജോലി ഒരു മനുഷ്യനായിരിക്കും, പക്ഷെ വിളിച്ചിട്ട് കുടിച്ചോ കഴിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോഴേക്കും 3 ദിവസം നമ്മൾ വിളിച്ച് 4ാമത്തെ ദിവസം നമ്മളെ കോള് കണ്ടില്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വിളിക്കും. അങ്ങനെ നമ്മൾ മൈൻഡ് പരസ്പരം അങ്ങോട്ട് സെറ്റ് ആക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു സമയത്ത് ഇതൊക്കെ ചെയ്യുന്നത് ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന്റെയും അതുപോലെ നിങ്ങൾ നാച്ചുറലി ട്രൈ ചെയ്യുന്നതിന്റെയും എഫക്റ്റ് ഒരുപാട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തേത് ഫിസിക്കൽ കോണ്ടാക്ട് എന്ന് പറയുന്നൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടൊരു വീഡിയോ ആണ്. എടാ ഓവുലേഷൻ ഡേറ്റ് ആണ്, ഈ മാസം ട്രൈ ചെയ്യാൻ പറ്റില്ല, എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ് എന്ന് പറയുന്ന ഒരു ഹസ്ബൻഡിന്റെ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു വീഡിയോ. പക്ഷേ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവുലേഷൻ ടൈമിലോട്ട് മാത്രം ചുരുങ്ങി പോകരുത് നിങ്ങളുടെ ആ ഒരു ഇന്റിമസി എന്ന് പറയുന്നത്. ഓവുലേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും അതും നിങ്ങളുടെ രണ്ടുപേരുടെ മൈൻഡ് സെറ്റിനെ അഫക്ട് ചെയ്യും. പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ആ കോണ്ടാക്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു കല്യാണം കഴിഞ്ഞതിന്റെ സ്റ്റാർട്ടിംഗ് ടൈമിൽ നിങ്ങൾ എത്രത്തോളം അതിനെ ആഗ്രഹിച്ചിരുന്നോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്നോ ആ രീതിക്ക് വേണം കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതും നിങ്ങളുടെ മൈൻഡിൽ നല്ലതുപോലെ ഒരു പ്ലഷർ കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ആ സമയത്തെ കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കാനായിട്ട് തുടങ്ങും.
തുടങ്ങും. പരസ്പരം ഷെയർ ചെയ്ത ലവ് നിങ്ങൾ ആലോചിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ വരുമ്പോഴേക്കും അതും നമ്മുടെ ആ ഒരു സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നതിന് നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഒരുപാട് പേര് നമ്മുടെ കമന്റ്സിൽ വന്ന് പറയുന്നുണ്ട്, ചേച്ചി ഞാൻ ട്രീറ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്തു, അതുപോലെ വീഡിയോസ് കാണലും നിർത്തി, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫോളോ ചെയ്തത്, എനിക്ക് അടുത്ത മാസം പ്രഗ്നൻസി കിട്ടി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരുടെ കമന്റ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അവരും നമ്മളായിട്ടൊക്കെ ഷെയർ ചെയ്ത കാര്യം ഇതാണ്. അത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വെറും ഓവുലേഷൻ ടൈമിലോട്ട് മാത്രം നിങ്ങളുടെ സ്നേഹബന്ധം ചുരുങ്ങി പോകാതിരിക്കുക. മാക്സിമം പരസ്പരം ലവും അഫെക്ഷനും ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മൂന്നാമത് ചെയ്യേണ്ട കാര്യം ഓവർ തിങ്കിങ് ആണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ചെയ്ത് വെക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഈ മാസവും നെഗറ്റീവായി പോയി കഴിഞ്ഞാൽ ഹസ്ബൻഡിനോട് എന്ത് പറയും, ഫാമിലീസിനോട് എന്ത് പറയും, നാട്ടുകാരോട് എന്ത് പറയും, ഡോക്ടറോട് എന്ത് പറയും, പൈസ പോകുമല്ലോ, ഇങ്ങനെ ഒരുപാട് തിങ്കിങ് നമ്മുടെ മനസ്സിൽ എങ്ങനെ കടന്നു കൂടിക്കൊണ്ടിരിക്കും. ഓവുലേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വന്നില്ല, ഞാൻ പ്രഗ്നന്റ് അല്ല, എനിക്ക് ഡിസ്ചാർജ് ഉണ്ടായില്ല, ഞാൻ പ്രഗ്നന്റ് അല്ല, അല്ലെങ്കിൽ എനിക്ക് പീരീഡ്സ് വരാൻ പോകുന്നത് പോലെ വേദന വരുന്നു, ഞാൻ പ്രഗ്നന്റ് അല്ല. അപ്പം നിങ്ങൾ എന്തിനാ പ്രതീക്ഷിക്കുന്നത്? പീരീഡ്സിനെയാണോ പ്രഗ്നൻസിയാണോ? നിങ്ങൾ പ്രഗ്നന്റ് അല്ല എന്ന് നിങ്ങൾ തന്നെ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പീരീഡ്സിനെ. അപ്പോൾ ദൈവം എന്ത് വിചാരിക്കും, എന്നാൽ പിന്നെ അവൻ പ്രതീക്ഷിക്കുന്നത് തന്നെ കൂടുതലായിട്ട് അങ്ങോട്ട് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് പീരീഡ്സ് തന്നെ കിട്ടും. നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഫണ്ണി ആയിട്ട് തോന്നിയാലും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്തെ മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു തോട്ട് നിങ്ങൾ മൈൻഡിൽ നിന്ന് കളയുക. ഇത്തരത്തിലുള്ള വീഡിയോസ് കണ്ടാലും നിങ്ങളുടെ മൈൻഡ് ഡൗൺ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ഏതിലാണോ ഹാപ്പി ആയിട്ടിരിക്കുന്നത് അതിലോട്ട് നിങ്ങൾ മൂവ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും സംസാരിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻലോസിനോട് സംസാരിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യുക. വീഡിയോസ് ഒക്കെ കാണുക, ബുക്ക് വായിക്കുക, നല്ല നല്ല അമർ ചിത്രകഥകളും അതുപോലെ തെന്നാൽ രാമൻ കഥകളും നസറുദ്ദീൻ മുദ്ല കഥകളും അങ്ങനെ നല്ല നല്ല സ്റ്റോറീസ്, നമ്മളൊന്ന് ചിരിക്കുന്ന സ്റ്റോറീസ് ഒക്കെ ഉണ്ടാകും. ചില ആളുകൾക്ക് ഫിക്ഷൻ ആയിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർ അത് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഏതിലാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് അതിലോട്ട് നിങ്ങളുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുക. ഓവുലേഷൻ കഴിഞ്ഞിട്ട് എത്ര ദിവസമായെന്ന് എണ്ണിക്കൊണ്ട് നിങ്ങൾ ഇരിക്കേണ്ട, മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓവർ തിങ്കിങ് നമുക്ക് കുറയുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ആകാനായിട്ട് തുടങ്ങും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ആ 2 മാജിക്കല്ലേ നിങ്ങളുടെ ശരീരത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ അടുത്തൊരു നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡിസ്ചാർജ് ആണ്. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിസ്ചാർജ് എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപാട് പേര് ചിലപ്പോൾ വിട്ടു പോകുന്ന ഒരു ടോപ്പിക്കാണ്. അണ്ടം വളരുന്ന സമയത്ത് ഓവുലേഷൻ ഡെസ്കിറ്റിൽ ലൈൻ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോളിക്കുലർ സ്റ്റഡി നടത്തി ഡോക്ടർ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതല്ലാതെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഏത് തരത്തിലുള്ള ഡിസ്ചാർജ് ആണ് നിങ്ങൾക്ക് വരുന്നതെന്ന്. ചില ആളുകൾക്ക് തിക്കായിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കും വരുന്നത്, ചില ആളുകൾക്ക് അവിടെ ഭയങ്കര ഡ്രൈ ആയിരിക്കും. മെഡിസിൻസ് എടുത്ത് ഡ്രൈ ആകുന്നവരുണ്ട്, അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ ഡ്രൈ ആയിട്ടാണ് അനുഭവപ്പെടുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു ഹോസ്റ്റൈൽ എൻവയോൺമെന്റ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഡ്രൈനെസ് കാരണമാകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്തതിന് ശേഷവും അകത്തേക്ക് സെമൻ പ്രവേശിക്കാതെ ആ ഒരു സെർവിക്സിനകത്ത് വെച്ച് തന്നെ നശിച്ചു പോകാനായിട്ട് അത് കാരണമാകുന്നു. അപ്പോൾ ഓവുലേഷൻ സമയത്ത് കോണ്ടാക്ട് ചെയ്യുമ്പോഴേക്കും ഏത് തരത്തിലുള്ള ഡിസ്ചാർജ് ആണ് നിങ്ങൾക്ക് വരുന്നതെന്ന് നിങ്ങൾ നോക്കുക. യാതൊരു തരത്തിലുള്ള ഡിസ്ചാർജുകൾ ഇല്ലെങ്കിലും പല ആളുകൾക്കും ഓവുലേഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഉണ്ടാവുന്ന ഡിസ്ചാർജ് ശരീരത്തിനെ ഹാംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യുന്നതാണെങ്കിൽ അവിടെ നമുക്ക് പ്രഗ്നൻസി കിട്ടില്ല. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പീരീഡ്സ് ആണ്. പീരീഡ്സ് നിങ്ങൾക്ക് എത്രത്തോളമാണ് ബ്ലീഡിംഗ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ എത്ര ദിവസം കൂടുമ്പോഴാണ് നിങ്ങൾക്ക് ബ്ലീഡിംഗ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ബ്ലീഡിംഗ് വരുന്നത് 21-നും 35-നും ഇടയ്ക്കാണെങ്കിൽ അത് നോർമലാണ്. എന്നാൽ അതിനേക്കാളും കൂടുതലും അതിനേക്കാളും കുറവും നിങ്ങൾക്ക് ബ്ലീഡിംഗ് വരുന്നുണ്ടെങ്കിൽ അത് ഇറഗുലർ ആയിട്ടുള്ള ബ്ലീഡിംഗ് ആണ്. അങ്ങനെ വരുന്ന ബ്ലീഡിംഗ് നിങ്ങൾക്ക് ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. അതുപോലെ തന്നെ ബ്ലീഡിംഗ് പോകുന്ന സമയത്ത് ഹെവി ആയിട്ടുള്ള ബ്ലീഡിംഗ് ആണ് ഉണ്ടാകുന്നതെങ്കിലും ഭയങ്കര ലോ ആയിട്ടുള്ള ബ്ലീഡിംഗ് ആണ് ഉണ്ടാകുന്നതെങ്കിലും അതും നിങ്ങളിൽ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കുന്നതിന് കാരണമാണ്. അപ്പോൾ എത്രത്തോളം ബ്ലഡ് പോകുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾ മെഡിസിൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ഒരുപാട് പേരോട് പറയുന്നുണ്ട്, പക്ഷേ അതിൽ മാത്രം നമ്മളുടെ ന്യൂട്രീഷണൽ റിക്വയർമെന്റ് അവിടെ കംപ്ലീറ്റ് ആവണമെന്നില്ല. നമ്മളിപ്പോൾ ഫോളിക് ആസിഡിന്റെ ഫുഡ് അടങ്ങിയിട്ടുള്ള കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോഴേക്കും എല്ലാ ദിവസവും അത് നമുക്ക് കഴിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഫോളിക് ആസിഡിന്റെ ഒരു സപ്ലിമെന്റ് എടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മൾട്ടി വിറ്റമിന്റെ സപ്ലിമെന്റും എടുക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം അണ്ടത്തിന്റെ ആ ഒരു ഗ്രോത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ശരീരത്തിൽ നല്ലൊരു എൻവയോൺമെന്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നു. സഡൻ നമ്മൾ പ്രഗ്നന്റ് ആകുന്നുണ്ട്
എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് മറ്റൊരു തരത്തിലുള്ള വൈകല്യവും ഇല്ലാതെ സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള ന്യൂട്രീഷൻ നിങ്ങളുടെ ശരീരത്തിലുള്ളത് സഹായിക്കുന്നു. ഇത്തരത്തിലുള്ള മെഡിസിൻസ് നിങ്ങൾ ഡയറക്റ്റ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളൊരു ഫിസിഷ്യനെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ആശാവർക്കറെ സമീപിച്ചിട്ടോ അല്ലെങ്കിൽ ഓൾറെഡി ഡോക്ടർ എന്ന പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ടോ നിങ്ങൾ മെഡിസിൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൾട്ടിവിറ്റമിൻ്റെ മെഡിസിൻ എടുക്കുമ്പോഴേക്കും അതിൽ ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ അയൺ, കാൽസ്യം, ഫോളിക് ആസിഡ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ശരീരഭാരമാണ്. നമ്മുടെ ഉയരത്തിനനുസൃതമല്ലാത്ത രീതിക്കാണ് ശരീരഭാരം പോകുന്നതെങ്കിൽ അത് പല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. എക്സസ് ആയിട്ട് ഫാറ്റ് ഇഷ്യൂസ് അടഞ്ഞുകൂടുമ്പോഴേക്കും അത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ പലരുടെയും അഫക്ട് ചെയ്യുന്നു. ഫാറ്റ് ഇഷ്യൂസ് ഫോം ചെയ്ത് വരുന്നതിനനുസരിച്ചിട്ട് റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ് നമ്മുടെ ബ്രെയിനും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ നഷ്ടമായി പോകുന്നതിന് അത് കാരണമാകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്വാളിറ്റിയിൽ അണ്ടം പ്രൊഡ്യൂസ് ആവില്ല, എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവില്ല, എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണാവില്ല, ഹോർമോൺസിന്റെ പ്രവർത്തനം നോർമലായിട്ട് നടക്കില്ല കേട്ടോ. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നെറ്റിലടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നിങ്ങളുടെ ഏജും നിങ്ങളുടെ ഹൈറ്റും മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി എത്രത്തോളം നിങ്ങൾക്ക് വെയിറ്റ് ആണ് ഐഡിയലായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ മാത്രമല്ല ഹസ്ബൻഡിൻ്റെയും കൂടി വെയിറ്റ് നിങ്ങൾ മോണിറ്റർ ചെയ്യുന്നത് നല്ലതാണ്. കാരണം അതല്ലെങ്കിൽ സെമൻ്റെ ക്വാളിറ്റി കുറയുന്നതിനും അത് കാരണമാവും കേട്ടോ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, സെമൻ ചെക്കപ്പ് കൃത്യമായിട്ട് നടത്തുക. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്, ചേച്ചി ഒരുപാട് ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്തു പക്ഷെ പ്രഗ്നന്റ് ആകുന്നില്ല. നമ്മൾ തിരിച്ച് അവരോട് ഹസ്ബൻഡ് നോക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ചേച്ചി നോക്കിയില്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീയുടെയും ഒപ്പം പുരുഷന്റെയും കൂടി നോക്കണം. കാരണം ആ ഒരു ബീജം ക്വാളിറ്റി ആയിട്ട് ശരീരത്തിലോട്ട് കയറിയാൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസി പോസിബിൾ ആവുകയുള്ളൂ. സ്ത്രീയുടെയും പുരുഷന്റെയും ഫാക്ടർ രണ്ടും ഒരുമിച്ച് അവിടെ നിൽക്കണം. പ്രഗ്നൻസി ആവുന്നത് നമ്മുടെ ശരീരത്തിലാണ്, അത് ശരിയാണ്. പക്ഷേ അത് പോസിബിൾ ആവണമെങ്കിൽ ആ ഒരു സെമനും അത്രത്തോളം തന്നെ ക്വാളിറ്റി ഉണ്ടാകണം. അതിന്റെ മോട്ടിലിറ്റി കുറവോ അതിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസം വരികയോ അതിന്റെ ബോഡിയിൽ വ്യത്യാസം വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രഗ്നൻസി അവിടെ പോസിബിൾ ആവില്ല. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോസ്റ്റൈൽ ആയിട്ടുള്ള എൻവയോൺമെന്റ് ഉണ്ടാകും. ഈ ഓരോ എൻവയോൺമെന്റിലും ഹോസ്റ്റൈൽ ആയിട്ടുള്ള എൻവയോൺമെന്റിലും സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി സെമന് അവിടെ ഇല്ല എങ്കിൽ അവിടെ നമുക്ക് പ്രഗ്നൻസി പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ അനാലിസിസും കൂടി കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ പ്രഗ്നൻസി നോക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വേറെ ഒരു എക്സസൈസും ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല ചേച്ചി, എനിക്ക് മടിയാണെങ്കിൽ ജസ്റ്റ് ഒരു ഹെഡ്സെറ്റിൽ പാട്ട് വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടന്നാൽ മതി കേട്ടോ. അതും നല്ലൊരു എക്സസൈസ് ആണ്. രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നിങ്ങളുടെ റൂമിലാണെങ്കിലും കൈ വീശി നല്ലതുപോലെ നടക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് പ്രഗ്നൻസി എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.